എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഉദയഭാനുവിന്റെ ശ്രീകലയുടെയും തന്ത്രത്തില് ബാലൻ ചെന്ന് വീഴുവാണ്. ഉദയഭാനുവിന്റെ ചതി അറിയത്തില്ലാതെ ഒരു ഈയാമ്പാറ്റെ പോലെ അങ്ങ് പറന്നു നിന്ന് വീഴുവാണ്. പക്ഷേങ്കില് ഉദയഭാനും ശ്രീകരൻ വളരെ തന്ത്രപരമായിട്ട് ബാലനെ വീഴ്ത്തുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മിത്ര കോളേജിലേക്ക് പോയിട്ട് തിരികെ വരുന്ന വഴിക്കാണ് മിഥുനെ ഒരു മിന്നായം പോലെ കണ്ടേ. മിത്രയ്ക്ക് ഭയങ്കര സംശയമായിരുന്നു മിഥുനെയാണോ താൻ കണ്ടേന്നുള്ളത്. അങ്ങനെ വൈകുന്നേരം വന്നിരുന്നിട്ട് പഠിക്കാൻ പുസ്തകം എടുത്തിട്ട് പോലും മിത്രയ്ക്ക് പഠിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനെ തന്നെ താൻ കണ്ടേന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ആര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അവിടെ ലൈറ്റ് പോലും ഇടാതിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആര്യം വന്നിരിച്ചു, ഇതെന്താ മിത്രേ, രാത്രിയാ നീ അറിഞ്ഞില്ലേ, നീ എന്താ പുറത്ത് ലൈറ്റ് ഇടാത്തെന്ന് ചോദിക്കണം. അപ്പോഴാണ് മിത്രയ്ക്ക് ആ ബോധം ഉണ്ടായത്. കാരണം മനസ്സിൽ വേറെ പല ചിന്തകളായിരുന്നു. നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ, നിന്റെ മനസ്സ് ഇവിടെയെങ്കിലും അല്ലോ എന്ന് പറയണം. നിന്നോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിക്കുമല്ലാരും ചോദിക്കും. അല്ല അത് പിന്നെ ആര്യ ഞാൻ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെയാണോ പഠിച്ചോണ്ടിരിക്കണേ, പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ടാണോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ പഠിച്ചു മടുത്തു കഴിഞ്ഞ പുസ്തകം അടച്ചു വെച്ചാ. മനസ്സിലായി. കൂടുതലൊന്നും പറയണ്ട, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് പറയണം. ഇതിനെ കുറിച്ച് പറയണോ, പറഞ്ഞിട്ടുണ്ടെ പ്രശ്നമാകുമോ, ഇനിയിപ്പൊ ഇനിയിപ്പൊ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, പറയാതിരുന്നിട്ട് കാര്യമില്ല. പിന്നീട് മിത്ര അതെ എനിക്കൊരു കാര്യം ആരിനോട് പറയാനുണ്ടായിരുന്നു പറയാം. അല്ല എന്ത് കാര്യ, ഒരു കാര്യം ചെയ്യാം, ആരും പോയി കുളിച്ച് വേഷമൊക്കെ മാറ്റുക എന്നിട്ട് പറയാന്ന് പറയാം. നീ കാര്യം എന്താന്ന് പറ മിത്രേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ കോളേജിന്റെ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഞാൻ മിഥുനെ കണ്ടതുപോലെ എനിക്ക് തോന്നലുണ്ടായെന്ന് പറയണേ. മിഥുനെ കണ്ടതുപോലെ അതേന്ന് പറയണം. ആരിനൊന്നും ഞെട്ടി. പെട്ടെന്ന് ആരും പറഞ്ഞു, അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, അത് അവൻ ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞേ. ആരും ടെൻഷനായി. ഇനിയിപ്പോ ഇവള് ടെൻഷൻ അടിക്കുമോ, ഇനിയിപ്പോ അവനെ കുറിച്ച് ഓർത്തിട്ട് ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ്. ഒരു കാരണവശാലും ഇവളെ അറിയാൻ പാടില്ല മിഥുൻ നാട്ടിലുണ്ടെന്നുള്ള കാര്യം. അതെ നീ വേറെ എന്തെങ്കിലും ഓർത്ത് നടന്നിട്ടായിരിക്കും, ചിലപ്പോ അവനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും എന്ന് പറയാം. അവൻ ഇവിടെയെങ്കിലും ഇല്ലാന്ന് പറയണം. അവന് ഒരു കാരണവശാലും ഇനി നിന്റെ കൺമുന്നിലേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാം. ശരിയായിരിക്കും, പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയണം. അങ്ങനെ തന്നെയാ, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയാണ്. പിന്നീട് ആരിനെ അങ്ങോട്ട് കയറിപ്പോയി. ആരിന്റെ ചങ്ക് പടപട ഇടിക്കാൻ തുടങ്ങി. ഒരു പക്ഷേങ്കില് അവൻ ഇവിടെ നോട്ട് വിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല, ഉറപ്പായിട്ടും വരും. അതെങ്ങനെയും തടഞ്ഞേ പറ്റുള്ളൂ. അവൻ എവിടെയാ താമസിക്കുന്നത് കണ്ടെത്തണം തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് മിഥുൻ എന്ത് ചെയ്യാ, അലോകിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അലോകിനെ കാണാൻ ചെന്നിട്ട് ബിസിനസ്സിനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ അലോക് പറഞ്ഞു, അതെ ഞാൻ അന്ന് പറഞ്ഞല്ലോ മിഥുനെ, വല്യച്ഛൻ ഇച്ചിരി തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നമുക്കെന്തെങ്കിൽ അതങ്ങ് മാറ്റിവെക്കാം. പിന്നെ ആ ആന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ പെങ്ങളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അവന് എന്റെ ശത്രുവാ, അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് വെക്കാം. അത് വേണം, അത് ഉറപ്പായിട്ടും വേണമെന്ന് പറയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങനെയെങ്കിലും ദേ അവളുണ്ടല്ലോ ആ മിത്ര, അവളെ അവിടുന്ന് മാറ്റണം. കാരണം ആരിന് 101 പവനും അടിച്ചോണ്ടാ പോയിരിക്കുന്നത്. ആ സ്വർണം തിരികെ കിട്ടണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മിഥുൻ പറഞ്ഞു, അല്ല ആ സ്വർണം തിരികെ തരേണ്ട ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. ഇത് കേട്ടതും അലോക് പറഞ്ഞു, അല്ല മിഥുൻ എന്ത് ചെയ്യാൻ പോകുന്നേ, ആരിനെ കൈകാര്യം ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് അത്യാവശ്യം പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. എന്റെ കസ്റ്റഡിയിലും ഉണ്ട് കുറച്ച് ആൾക്കാരെന്ന് പറയണം. അങ്ങനെയാണെങ്കിലും മിഥുൻ പറയുന്നത് ചെയ്തു തരും. ഉറപ്പായിട്ടും ആ സ്വർണം തിരികെ കിട്ടണം. അത് മാത്രമല്ല അവള് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയാം, ആരിന്റെ അടുത്തുനിന്ന് ഇറങ്ങണം. എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുള്ളൂ പറയാണ്. അവള് വീട്ടിലേക്ക് ഒന്നിന് വേറെ കെട്ടിച്ചു വിട്ടാലും കുഴപ്പമില്ല, ഒരു കാരണവശാലും ആ ആരിനുമായിട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് ഒരു ജീവിതം അവൾ കൊണ്ടാവില്ലെന്ന് അലോക് പറയണം. ഇത് കേട്ടതും മിഥുൻ പറഞ്ഞു, ആ കാര്യം എനിക്ക് വിട്ടേരാ അലോകെ, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയാണ്. പിന്നീട് അവർ തമ്മിലൊരു ധാരണയിലെത്തിയിട്ട് പിരിയുവാണ്. ഈ സമയം ബാലൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഇനിയിപ്പം അധികം വൈകിപ്പിച്ചുകൂടാ ആനന്ദിന്റെയും ശ്രീദേവിയുടെയും വിവാഹം. അപ്പൊ അതിന് പെൺവീട് കാണാൻ പോണം. അപ്പൊ അവരോട് അത് പറയുകയൊക്കെ ചെയ്യണം. പിന്നീട് ഗോമതിയോടൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് നമുക്ക് എന്ന് പോകാൻ പറ്റുമെന്ന്. അപ്പൊ എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു ദിവസം വേണമല്ലോ. അങ്ങനെ ഗോമതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഞായറാഴ്ച നല്ല ദിവസമല്ലേ, അന്ന് പോയാലോ നിൽക്കാം. അത് ശരിയാ, ഞായറാഴ്ച ആണെങ്കിൽ അവർക്കും വലിയ അസൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല, നമുക്ക് പോകാന്ന് പറയണം. പക്ഷെ ഗോമതി പറഞ്ഞു, ആരിനോടൊന്നും പറയണ്ടേ, അവനും കൂടെ വരണ്ടേന്ന് ചോദിക്കാം. ദേ അതൊക്കെ വേണേ നിങ്ങൾ പറഞ്ഞോണം, ഞാൻ എന്താളും വിളിക്കത്തില്ലെന്ന് പറയാം. എന്താ ബാലേട്ട എങ്ങനെ, ബാലേട്ടൻ പറയാതെ അവൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ അവൻ വരുവോ? ഒരിക്കലും വരത്തില്ല. വെറുതെ ഒരു പോക്ക് എന്റെ വേസ്റ്റ് ആക്കാൻ ഞാൻ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് വേണേ പോയി പറയാന്ന് പറയണം. പക്ഷെ ഗോമതിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
ഗോമതിയോട് ഞാൻ പറയാം, ഒരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് ബാലേട്ടൻ അവരോട് വിളിച്ച് പറ, ചെല്ലുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് ഇനി വല്ല അസൗകര്യം ഉണ്ടോന്ന് അറിയത്തില്ലോ എന്ന് പറയണം. അങ്ങനെ ബാലൻ ഉദയഭാനുവിനെ വിളിക്കുകയാണ്. ഉദയഭാനുവിനെ വിളിച്ചിട്ട്, സാർ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പെൺവീട് കാണാൻ വരട്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഉദയഭാനു പറഞ്ഞു, ആ ബാലൻ പോരെ, ബാലൻ എപ്പോഴാന്ന് വെച്ചാൽ ഇനി സൗകര്യമുള്ള ദിവസം പോരെ, ഞായറാഴ്ച ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അസൗകര്യം കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ കാണുമെന്ന് പറയണം. എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച കാണാന്ന് പറയണം. അങ്ങനെ സമയമൊക്കെ പറഞ്ഞു. രാവിലെ തന്നെ ഒരു 9-10 ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞൊരു സമയമൊക്കെ പറയാണ്. എല്ലാം കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, സ്ത്രീകളെ ഞായറാഴ്ച അവർ വരുമെന്ന് പറയണം. ദേ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, കൊടുക്കണ്ടേന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആർക്കേലും ഏർപ്പാടാക്കിയാലോ, അത്യാവശ്യം, കാരണം റിച്ചായിട്ട് വേണ്ടേ കൊടുക്കാനായിട്ട്, അവർക്കൊരു കുറവും തോന്നരുതെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതൊക്കെ ശരിയാമേ, പക്ഷെങ്കിൽ അതിന് ക്യാഷ് കുറച്ചാവുമെന്ന് പറയണം. ദേ മോളെ, അതിന് വേണ്ടിയിട്ട് അച്ഛൻ എവിടുന്ന് വേണം പലിശയ്ക്ക് പൈസ മേടിക്കും അറിയാലോ. ദേ പലിശക്കാരനെ ഞാനൊന്ന് മുട്ടി നോക്കിയിട്ടുണ്ട്, അയാൾ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ വെച്ച് വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. പിന്നെ നീ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീട്ടിലേക്ക് കയറി ചെന്നാ പിന്നെ നമ്മുടെ കടങ്ങളൊക്കെ വീടില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛ നടക്കും മോളെ എന്നൊക്കെ പറയണം. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, അവിടെ ചെന്ന് കഴിയുമ്പോ എന്റെ കള്ളത്തരം അങ്ങ് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. മോള് ധൈര്യമായിട്ടിരിക്കുക, മോള് കല്യാണത്തിനൊന്നും ഒരുങ്ങിയാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഏറ്റു. പിന്നെ അന്നത്തെ ദിവസം വരുന്ന സമയത്ത് ഇടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കാനേ, അതൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. എന്റെ മോളെ കണ്ട ഉറപ്പായിട്ടും ആരാ വീഴാത്തെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ശ്രീദേവിക്ക് ധൈര്യം കൊടുക്കുകയാണ്. ഈ സമയം ഗോമതി എന്ത് ചെയ്യണം, മിത്രയുടെ ഫോണിലേക്ക് വിളിക്കാം. മിത്രയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട്, അത് മോളെ ആരും വന്നോന്ന് ചോദിക്കണം. ആരും വന്നമ്മ എന്ന് വേണം. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കാം. അല്ല മോളെ, ഞായറാഴ്ച പെൺവീട് കാണാൻ പോകാമെന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്. അല്ല ആരിനോട് പറയാനായിട്ടാ വിളിച്ചെന്ന് പറയാം. ഒരു മിനിറ്റ്, ഞാൻ ആന്റിയിൽ ഇപ്പൊ ഫോൺ കൊടുക്കാന്ന് പറയണം. അങ്ങനെ ആന്റിയിലേക്ക് ഫോൺ കൊടുത്തു. അപ്പൊ ആരിനോട് ഈ കാര്യങ്ങൾ പറയണം. ഇത് കേട്ടോ ആര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മേ നിങ്ങളെല്ലാരും പോയിട്ട് വരാൻ പറയണം. നീ എന്താടാ ഇങ്ങനെ പറയണേ, അപ്പൊ നീ വരുന്നില്ലെന്ന് ചോദിക്കുക. ഇല്ലമ്മ ഞാൻ വരുന്നില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി, ഓഹോ അപ്പൊ നീ വാശിയിലല്ലേന്ന് ചോദിക്കുക. അതല്ലമ്മേ, ഞാൻ വന്നാൽ ശരിയാകത്തില്ല, അത് പിന്നെ അച്ഛൻ ഇഷ്ടപ്പെടുവല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ മിത്രേനെ വേണേ പറഞ്ഞു വിടാം, അവള് വന്നോട്ടെ എന്ന് പറയാണ്. അല്ലട മോനെ, നീ വന്നില്ലെങ്കിൽ അവരൊക്കെ ചോദിക്കില്ലേ, അപ്പൊ അവരുടെ മുന്നിൽ ഞങ്ങൾ എന്താ പറയണേ, ആ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി ഊരിക്കോളും. ആ കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട കേട്ടോ. ഇതേ മിത്രേനെ വേണം ഞാൻ പറഞ്ഞു വിടാം, ഞാൻ അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഫോൺ മിത്രയുടെ കൊടുത്തു കഴിഞ്ഞപ്പോ ഗോമതി വെച്ച്, മോളെ നീ വരില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, ഞാൻ നോക്കട്ടെ അമ്മേ, ആരിനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഞാൻ ആരിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാന്നൊക്കെ പറയണം. മോളെ വരാൻ പറ്റുമെങ്കിൽ നീ വരണമെന്നൊക്കെ പറയണം. അങ്ങനെ ഗോമതി കോള് കട്ട് ചെയ്തു. പിന്നീട് മീനാക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അറിയത്തില്ല, മിത്ര വേണമെങ്കിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെങ്കിൽ ആരും വരുമെന്ന് തോന്നില്ല എന്ന് പറയാം. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം മംഗളകരമായിട്ട് നടക്കുന്നേ, ഇനി ആ ഒരു വിഷമം വേണ്ട, കല്യാണത്തിന് എന്താണെങ്കിലും അവന് വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാണ്. പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരിനോട് പറഞ്ഞു, ആൻ എന്ത് പരിപാടിയെ കാണിക്കുന്നേ, ആനെന്താണോ ആഗ്രഹം കാണത്തില്ലേ ആരിനും കൂടി ചെല്ലണം എന്നുള്ളേ, അപ്പൊ ആരും വരായിരുന്നു എങ്ങനെ ശരിയാന്ന് ചോദിക്കുക. അതെ നീ പോയാ മതി എന്ന് പറയാം. അത്ര എന്താളും വിളിച്ചല്ലേ, നീ ഇപ്പൊ നീയും കൂടെ പോയാലും അമ്മയ്ക്ക് സങ്കടമാവും, അതുകൊണ്ട് കാര്യം ചെയ്യാം, നീ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുന്നില്ല, അന്ന് ഡെലിവറി കൊടുക്കാണ്ട് ഞാൻ പോകുന്നുണ്ട്, ഇത് ഒരു ദിവസം പോലും കളയാനില്ല എന്ന് പറയാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ അറിയാലോ. അത് കേട്ടത് മിത്രയ്ക്ക് വിഷമായി പോയി. മിത്ര ആര്യ, ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടണ്ട, ഞാനും കൂടെ എന്തെങ്കിലും ജോലി നോക്കാന്ന് പറയാം. ദേ നിനക്കിപ്പോ അത്യാവശ്യം ഒരു ജോലിയുണ്ട്, അത് മാത്രം മതി, വേറെ ജോലി നീ തപ്പിത്തേടി പോണ്ടെന്ന് പറയാണ്. നിനക്ക് പഠിക്കാനുള്ള ജോലിയാ, നീ അത് മാത്രം പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ദേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ എക്സാമിനായിട്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് നടപ്പിലാക്കണമെന്നിട്ടെന്ന് പറയാണ്. മിത്ര അന്ന് വെറുതെ ചിരിച്ചൊന്ന് വരുത്തി, കാരണം മിത്രയുടെ മനസ്സിലും ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്. പുസ്തകം എടുത്ത് നേരാമണം ഒന്ന് പഠിക്കാൻ പോലും പറ്റുന്നില്ല. അവനെ കണ്ടെത്തുവാണെങ്കിൽ, ആ സ്വർണം മേടിക്കുവാണെങ്കിൽ അതിന് അത്ര ആശ്വാസമായിരുന്നു. പാവ ആരിന്റെ നാണക്കേടൊന്ന് ഒഴിവാക്കി കിട്ടിയാലും എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം എന്നൊന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് രാത്രി കിടന്നിട്ടൊന്നും മിത്രയ്ക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ തന്നെ അവളുടെ ഫ്രണ്ട് ജാനീനെ വിളിക്കുന്നുണ്ട്. മിത്രയുടെ ഫ്രണ്ട് ജാനീനെ വിളിച്ചിട്ട് പറയാം, അതെ എനിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഇന്നലെ അവനെ കണ്ട കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ നീ വെറുതെ ഓരോന്നൊക്കെ ഓർത്ത് ചിന്തിച്ചോണ്ട് കിടന്നിട്ടാ, അതൊന്നും ചിന്തിക്കണ്ട, അറിയാലോ ആരിനെങ്ങാനും എന്തേലും സംശയം തോന്നിട്ട് അത് മതി എന്ന് പറയാം. ഞാൻ ആരിനോട് പറഞ്ഞൊക്കെ പറയണം. ഇത് കേട്ടപ്പോഴത്തേനും
അവള് ദേഷ്യപ്പെട്ട് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ആണുങ്ങളുടെ മനസ്സാണ് എപ്പോഴേത് സമയത്താ മാറാൻ പോകുന്ന അറിയത്തില്ല. നീ ഇനിയിപ്പൊ അവനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ എന്തെങ്കിലും സംശയം തോന്നത്തില്ലേ? നീ അവന്റെ കാര്യം വിട്ടുകളാ. നീ അവനെ ആയിരിക്കില്ല കണ്ടേന്നൊക്കെ പറയണ. പക്ഷെ എന്നാലും മിത്രയുടെ മനസ്സിൽ അവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അവനെ കാണുവാണെ പിടിക്കണം, കൈയോടെ പിടികൂടി ആ സ്വർണം കൈക്കലാക്കണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അവനെ എവിടെ പോയി തപ്പും എന്ന് പോലും ഒരു ചിന്തയില്ലായിരുന്നു മിത്രയ്ക്ക്. പിന്നീട് എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. അപ്പൊ അതിന്റെ തലേദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലന് കാര്യങ്ങളെല്ലാം നാളെ പോകാനുള്ളതാണ്, എല്ലാം റെഡിയാക്കണം. എല്ലാവർക്കും ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, അല്ല ആര്യനൊന്നും എടുത്തില്ലെന്ന് ചോദിക്കണം. ആര്യനും മിത്രയ്ക്കും. ഇത് കേട്ടതും ബാലൻ പറഞ്ഞില്ല, ഞാൻ അവർക്കൊന്നും എടുത്തില്ല എന്ന് പറയാം. അതെന്താ ബാലേട്ട അങ്ങനെയെന്ന് ചോദിക്കുക. അവൻ നമ്മുടെ മോനല്ലേ. ദേ ഗോമതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ കാര്യത്തിൽ ഇടപെടലെന്ന്. ഈ ഡ്രസ്സുമായിട്ട് അങ്ങ് ചെന്നിട്ടുണ്ടല്ലോ അവൻ മിക്കവാറും അതിന്റെ മുഖത്ത് എറിയൂന്ന് പറയണം. ഗോമതിക്ക് പക്ഷെ സഹിക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തു. ബാലൻ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുകയാണ്. നാളെയാണ് ചടങ്ങ് നടക്കുന്നത്. പിന്നീട് ഗോമതിയോട് ചോദിച്ചു, നമ്മളങ്ങനെ കാണാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും പെണ്ണിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എന്ത് പറഞ്ഞു ബാലേട്ടൻ തീരുമാനിച്ചാൽ മതി എന്ന് പറയണ. അങ്ങനെ എന്ത് ചെയ്യണം, ബാലൻ പെണ്ണിന്റെ കയ്യിലേക്ക് പെണ്ണ് ഇടാൻ വേണ്ടിയിട്ട് വളയൊക്കെ വാങ്ങുന്നുണ്ട്. കാരണം എല്ലാ രീതിയിലും നല്ല മംഗളകരമായിട്ട് വേണം ചടങ്ങുകൾ നടത്താനുണ്ട്. ആദ്യത്തെ വിവാഹമാണ്, ആർഭാടമായിട്ട് നടത്തണം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. മറ്റു രണ്ട് വിവാഹം ബാലൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആകാശിന്റെ ആരിന്റെ ഒക്കെ. അപ്പൊ ആനന്ദിന്റെ വിവാഹം നാടറിഞ്ഞ് ഗംഭീരമായിട്ട് ഒരു ഉത്സവം പോലെ നടത്തണം തന്നെയായിരുന്നു തീരുമാനം. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാരും രാവിലെ തന്നെ ഒരുങ്ങി. ഈ സമയം ശ്രീദേവിയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. അവര് കാണാനായിട്ട് വരുവാണ്. വന്നു കഴിയുമ്പോൾ ഇതിൽ സംശയം തോന്നുക. വീടൊക്കെ അടിപൊളിയാണ്, എല്ലാ സെറ്റപ്പുകളുണ്ട്, വാടകയ്ക്ക് വീടെടുത്തേക്കും അല്ലേ. അങ്ങനെ വഴിയൊക്കെ ബാലന് പറഞ്ഞു കൊടുത്തു. ബാലനും ആനന്ദ് എല്ലാവരും കൂടെ വരുവാണ്. മുറ്റത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ ആനന്ദനെ നോക്കിയിട്ട് ധർമ്മം പറഞ്ഞു, കൊള്ളാലോടെ അടിപൊളി വീടുകൾ സെറ്റപ്പ് ഒക്കെ ഉള്ളോ, പുളുങ്കമ്മ തന്നെയുള്ളോ നീ പിടിച്ചേക്കെന്ന് പറയണം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന് പിന്നെ എന്തിനാന്ന് ഓർത്തോണ്ടാ, എന്റെ ആനന്ദിന് നല്ലൊരു വിവാഹ ജീവിതം കിട്ടാൻ വേണ്ടിട്ടാ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആലോചിച്ചുറപ്പിച്ചുള്ള ബന്ധമൊക്കെ. കണ്ടോ, ഇത്രയും വലിയ വീട്ടിലേക്കല്ലേ, ഇത്രയും വലിയ വീട്ടിൽ നിന്നല്ലേ ആനന്ദ് പെണ്ണെടുക്കാൻ പോകുന്നത്. എന്താണ് നമ്മളെക്കാളും വലിയ പൈസ ടീമുള്ള. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ജാട അഹങ്കാരമൊന്നും ഉദയഭാനു സാറിനും ശ്രീകലയ്ക്ക് ഇല്ലെന്നൊക്കെ പറയണം. അങ്ങനെ അവരങ്ങോട്ട് വന്നിറങ്ങുവാണ്. തട്ടത്തിനകത്ത് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പെണ്ണ് വീട് കാണാനായിട്ട് വരുന്നതല്ലേ. അപ്പൊ അതിന്റെ രീതിക്കാണ് അവര് വരുന്നത് തന്നെ. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും ശ്രീദേവി അവരെല്ലാരും ശ്രീകലയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അവരെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടാനായിട്ട് വരുവാണ്. അങ്ങനെ വന്ന് അകത്തേക്ക് കൊണ്ടുപോയി. ധർമ്മനും ആകാശവും ഒക്കെ വീടൊക്കെ നോക്കുവാണ്. ഇങ്ങനെ അടിപൊളി സെറ്റപ്പാണ്, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാം കൊണ്ടും കൊള്ളാം എന്നൊരു ചിന്തയുണ്ട്. പിന്നീട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ബാലൻ പറഞ്ഞു, അറിയാലോ ഞങ്ങളുടെ കുടുംബത്തില് ആദ്യമായിട്ട് നടത്താൻ പോകുന്ന കല്യാണം ഇത്. ഇത് കേട്ടോ ഉദയഭാനു ചോദിച്ചു, അല്ല 2 കല്യാണം നടന്നില്ലേ, അത് ഞങ്ങൾ കല്യാണമായിട്ട് കൂട്ടിയിട്ടില്ല, അതൊരു ഒളിച്ചോട്ട കല്യാണമായിരുന്നൊക്കെ പറയണം. മീനാക്ഷിക്ക് സങ്കടം വന്നു. പക്ഷെ എങ്കിലും മീനാക്ഷി അത് കാര്യമായിട്ട് എടുത്തില്ല. കാരണം മീനാക്ഷി മാത്രമല്ല, മിത്രയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മിത്രയും മീനാക്ഷി ഉണ്ട്, 2 മരുമക്കളും ഉണ്ട്. ആരും മാത്രമാണ് ഇല്ലാത്തുള്ളത്. പിന്നീട് മിത്രനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെന്റെ ഇളയ മകന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട്, കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ അവര് സംസാരിച്ചിരുന്നതിന് ശേഷം ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമുക്ക് കല്യാണം നടത്തിയാ പോരെ, എൻഗേജ്മെന്റ് നടത്തണോ, നമുക്ക് കല്യാണം നേരിട്ട് അങ്ങ് നടത്തിയാ പോരെന്ന് ചോദിക്കാം. ഇത് കേട്ട ഉദയഭാനു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് മതി, നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെയാണ്, അങ്ങനെ നടക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അധികം ബന്ധുക്കളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയാണ്. അതേ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ അങ്ങോട്ട് പുറത്താ, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന കല്യാണമല്ലേ, അതുകൊണ്ട് ആർഭാടമായിട്ട് നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പറയണം. ഉദയഭാനു പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ നടത്തിക്കോ, ഞങ്ങൾക്കൊരു എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങളുടെ മോൾക്ക് ഞാൻ കൊള്ളതല്ല, ഞങ്ങളുടെ 2 മക്കൾക്ക് ഉള്ളതാണ് എന്നൊക്കെ പറയണം. എല്ലാം കേട്ട് ഞാൻ ബാലിന് ഭയങ്കര സന്തോഷം. പിന്നീട് അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തൊക്കെ ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് പടപട ഒരു ഇടിപ്പാണ്. പെട്ടെന്ന് ബാലനും ഒക്കെയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉദയഭാനു ഒന്ന് ശ്രീകലയെ മാറ്റി വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, ഇതേ പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടാൻ നോക്ക്, അവരിവിടെ അധിക സമയം നിന്നിട്ട് പ്രശ്നമെന്ന് പറയാണ്. കാരണം ധർമ്മനാണല്ലോ ആകാശാണല്ലോ ഓരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, അവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. പിന്നീട് മീനാക്ഷി അല്ലേ ആള്, മീനാക്ഷി ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെന്നല്ലേ പറഞ്ഞേ, എവിടെയാ പഠിച്ചത്, ഏത് കോളേജാ, എന്തൊക്കെയാ കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ ചോദിക്കുക. ശ്രീദേവിയാണ് കള്ളം പറഞ്ഞു മടുത്തു. ഇതൊക്കെ കേട്ടപ്പം ഉദയഭാനു ചങ്കിനകത്തൊരു ടിപ്പ, ഇനി ഇവളെങ്ങാനും വല്ല എന്തേലും പറഞ്ഞ് പണി പാളുവോ, എവിടെയെങ്കിലും ഒരിടത്ത് പണി പാളി അതോടുകൂടി തീർന്നു. ഭാഗ്യത്തിന് ശ്രീദേവി അതിനെല്ലാം മറുപടി കൊടുത്ത് നിൽക്കുന്നുണ്ട്.
എത്രയും പെട്ടെന്ന് ഇവരെ ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം. അത് മാത്രല്ല, ആൾക്കാരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, തങ്ങളുടെ കള്ളത്തരം എല്ലാം പൊളിയുമെന്നും അറിയാം. അങ്ങനെ അവസാനം ഫുഡെല്ലാം കഴിച്ച ചടങ്ങുകളൊക്കെ നടത്തുവാണ്. ഗോമതി തന്റെ കയ്യിൽ കിടന്ന വളയൂരി ഇട്ട് കൊടുക്കുവാണ്, അവരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുവിനും ശ്രീകലയ്ക്കും എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം കല്യാണത്തിന് ഇത് വീട് കാണാൻ വന്നപ്പോ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും കാര്യങ്ങൾ. പിന്നീട് ബാലൻ പറഞ്ഞു, അതെ ഈ കല്യാണം ഗംഭീരമാക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഞാൻ തന്നെ കല്യാണത്തിന് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം ബാലൻ പറയാ. ഇത് കേട്ടതും ഉദയഭാനൻ, അല്ല അത് പിന്നെ അതല്ലല്ലോ ബാല, ശരി ഞങ്ങളല്ലേ നടത്തണ്ടേന്ന് ചോദിക്കാം. അല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാരുണ്ടെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് സദ്യയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാന്ന് പറയണം. ഉദയഭാനു വലിയ റിച്ചാന്ന് ഓർത്തോണ്ടാണ് ബാലൻ പറയണേ. പക്ഷേങ്കില് ഉദയഭാനു വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ബാലന്റെ തലയിലേക്ക് ഒന്ന് കെട്ടിവെച്ചാൽ മാത്രം മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉദയഭാനു ആഗ്രഹിച്ച ആ കാര്യമല്ലേ. പിന്നീട് ബാലൻ പറഞ്ഞു, അന്നെങ്കിൽ നമുക്ക് ഇനി തീയതി നിശ്ചയിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കല്യാണത്തിന് തീയതിയൊക്കെ നിശ്ചയിക്കുവാണ്. അങ്ങനെ കല്യാണത്തിന് തീയതിയൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ. അവരങ്ങനെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ആണ് ബാക്കി എല്ലാവർക്കും ഒരു സമാധാനമായത്. ഉദയഭാനു പറഞ്ഞു, എന്റെ ഭഗവാനെ കാര്യങ്ങളൊക്കെ ഇത്രയും വരെ മംഗളപരമായിട്ട് നടന്നു, ഇനി ബാക്കിയും കൂടെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മകളോടും ഭാര്യയോടും ഒക്കെ പറയണം. ഈ സമയം സന്തോഷത്തോടു കൂട്ടാ ബാലനും ഗോമതിയൊക്കെ വീട്ടിലേക്ക് വരുന്നേ. അവർക്കറിയത്തില്ലോ ഇതിന്റെ വലിയ ചതി എന്താന്നുള്ളത്. അങ്ങനെ ബാലനും ഗോമതി എല്ലാരും കൂടെ ആ ചതിക്കുഴിയിലേക്ക് ചെന്ന് വീഴുവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കല്യാണ മേളമാണ്, ആനന്ദിന്റെ ശ്രീദേവിയുടെയും കല്യാണമേളം. അപ്പൊ ആ കല്യാണ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.